കേന്ദ്ര ബജറ്റാണ് നാളെ. ബജറ്റ് സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് പാർലമെൻറ്റിൽ ജോയിൻറ്റ് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു സംസാരിക്കുകയുണ്ടായി. ദ്രൗപദി മുർമുവിൻ്റെ സംസാരത്തെക്കുറിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് സോണിയാഗാന്ധി നടത്തിയ ഒരു പരാമർശം വിവാദമായിരിക്കുകയാണ്. പാവം രാഷ്ട്രപതി അവർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആകെ ക്ഷീണിച്ചു പോയി പാവം എന്നൊരു വാക്കാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രപതിയെ അപമാനിക്കുന്ന തരത്തിലാണ് സോണിയാഗാന്ധി പ്രതികരിച്ചത് എന്നൊക്കെയാണ് BJP പാളയത്തിൽ നിന്നുള്ള ആരോപണങ്ങൾ. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ദ്രൗപദി മുർമുവിൻ്റെ ഏറെ നേരം നീണ്ട പ്രസംഗത്തിന് ശേഷമാണ് പാവം തളർന്നുപോയി സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന രൂപത്തിൽ സോണിയാഗാന്ധി പ്രതികരിക്കുന്നത്. ഇത് സത്യത്തിൽ ഒരു മനുഷ്യത്വപരമായി അങ്ങനെ സംസാരിച്ചതാണോ അതല്ല രാഷ്ട്രപതിയെ അവഹേളിക്കാനുള്ള ശ്രമമായിട്ടാണോ തോന്നിയത്? സോണിയാഗാന്ധിയുടെ ഈ പ്രതികരണം അതിൽ ഒന്ന് ഈ പറയുന്ന മനുഷ്യത്വപരമായ ഒരു പ്രതികരണം അതിലുണ്ട്, പിന്നെ അതിൽ രാഷ്ട്രീയവും ഉണ്ട്. രണ്ടും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് ഇത് ആരെങ്കിലും അവഹേളിക്കാനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആദ്യത്തെ പാർട്ട് അതിൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ പേഴ്സ്പെക്റ്റീവിൽ തന്നെയാണ്. കാരണം 1 മണിക്കൂറിലധികം 1 മണിക്കൂർ 28 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ രാഷ്ട്രപതി സംസാരിക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല, ഇത് ആദ്യമായിട്ടൊരു രാഷ്ട്രപതിക്ക് സംഭവിക്കുന്ന കാര്യമല്ല. ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ വർഷവും ദ്രൗപദി മുർമു രാഷ്ട്രപതി സംസാരിക്കുന്നത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറാണ്. എന്തിനാണ് ഈ ഒരു വൃഥാ വ്യായാമം എന്നുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. രാഷ്ട്രപതിയെ കൊണ്ട് ഈ 1 മണിക്കൂർ 30 മിനിറ്റ് 1.5 മണിക്കൂറൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ പ്രസംഗിപ്പിക്കുന്നത്? സത്യം പറഞ്ഞത് പ്രസംഗമല്ല. പ്രസംഗം എന്ന് പറയുന്നത് രാഷ്ട്രപതി നേരിട്ട് നടത്തുന്നൊരു പ്രസംഗമാണെങ്കിൽ ഓക്കെ, അതിനെ പ്രസംഗം നമുക്ക് വിളിക്കാം. ഇത് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രപതി വായിച്ചു തീർക്കുന്നൊരു ചടങ്ങാണ് ഈ പറയുന്ന എല്ലാ വർഷവും പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സമ്മേളനത്തെ, ജോയിൻറ്റ് പാർലമെൻറ്റ് സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുക. ഇതിവിടെ നമ്മൾ സംസ്ഥാനങ്ങളിലും കാണാറുണ്ട്. സംസ്ഥാന നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനത്തെ, ഓരോ വർഷത്തെയും ആദ്യത്തെ സമ്മേളനത്തെ ഗവർണർ അഭിസംബോധന ചെയ്യുകയും ആ പ്രസംഗം സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുക്കുകയും ഗവർണർ അത് വായിക്കുകയും എന്നിട്ട് അതിന് നയപ്രഖ്യാപനം എന്ന പേരിട്ട് പറയുകയും ചെയ്യും. ഇത് തന്നെയാണ് അവിടെ നടക്കുക. എന്തിനാണ് ഈ വൃഥാ വ്യായാമം എന്നുള്ള ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ഈ സോണിയാഗാന്ധിയുടെ ഈ ഹ്യൂമാനിറ്റേറിയൻ പേഴ്സ്പെക്റ്റീവിലൂടെയുള്ള ഒരു വ്യൂ പോയിൻറ്റിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്തൊരു പ്രക്രിയ. ഇവിടെ കഴിഞ്ഞ മുൻകാലത്ത് കേരളത്തിൽ തൊട്ട് മുമ്പ് ഗവർണറായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ള ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോലാഹലങ്ങൾ നമുക്കറിയാം. ആ ഘട്ടങ്ങളിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത്, ഒരാവശ്യമില്ലല്ലോ എന്നുള്ളത്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും സോണിയാഗാന്ധി ഒരു വിധത്തിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു വിധത്തിൽ അവർ ഉന്നയിക്കുന്നത് ഈ പ്രസംഗം കഴിഞ്ഞ വർഷത്തെ അത് തന്നെയല്ലേ, അല്ലെങ്കിൽ പുതുതായൊന്നും നിങ്ങൾക്ക് പറയാനില്ലല്ലോ, പുതുതായ ഒന്നും സർക്കാരിന് പറയാനില്ലാതിരിക്കെ എന്തിനാണ് രാഷ്ട്രപതിയെ കൊണ്ട് ഈ കഷ്ടപ്പാട് 1 മണിക്കൂർ 30 മിനിറ്റ് നിർത്തി പ്രസംഗിപ്പിക്കുന്നത്? നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം പോരെ എന്നുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടി അവരുന്നയിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഇതേതെങ്കിലും വിധത്തിൽ രാഷ്ട്രപതിയെ മോശക്കാരിയാക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയെ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. സത്യം പറഞ്ഞാൽ ഇത് ചട്ടപ്പടി നോക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രപതിയുടെ അഭിസംബോധനയുമായി ബന്ധപ്പെട്ട് ഈ പാർലമെൻ്ററി ചട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് രാഷ്ട്രപതി വരുന്നതിന് ഇത്ര മിനിറ്റ് മുമ്പ് എല്ലാ അംഗങ്ങളും അവിടെ ഹാജരുണ്ടായിരിക്കണം, രാഷ്ട്രപതി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും ഇറങ്ങിപ്പോകാൻ പാടില്ല, ആരും എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരുപാട് ചട്ടങ്ങളുണ്ട്. അതിനെ ലംഘിക്കുന്നത് പാർലമെൻ്ററി മര്യാദകളുടെ ലംഘനമായിട്ട് വളരെ ഗൗരവത്തിൽ പരിഗണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അവിടെയൊന്നുമല്ലല്ലോ. അതിനുശേഷം പ്രസംഗത്തെ കുറിച്ചുള്ളൊരു കമൻ്റാണ്, പുറത്തിറങ്ങിയിട്ടുള്ളൊരു കമൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു അപമാനമായിട്ട് കാണേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രാഷ്ട്രപതിയെ സംബന്ധിച്ച് പറയുന്നത് ഇപ്പോഴത്തെ ദ്രൗപദി മുർമു വളരെ ഒരു താഴ്ന്ന വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഈ പദവി അലങ്കരിക്കുന്നതാണ് എന്ന രൂപത്തിലാണ് BJPക്കാർ അതിനെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള പരാമർശം നടത്തുന്ന സമയത്ത് അത് സഹിക്കാൻ വയ്യാത്ത ഒരു കോൺഗ്രസിൻ്റെ ഒരു ജമീന്ദാരി മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് BJP എന്നുള്ള ഈ ആരോപിക്കപ്പെടുന്നവരെല്ലാവരും, സോണിയാഗാന്ധിയെ കുറ്റപ്പെടുന്നവരെല്ലാവരും അവർ ഉന്നയിക്കുന്ന കാര്യം. ഇതിനെ എങ്ങനെ നോക്കിയാണ്? അതിലൊരു കഥയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ദ്രൗപദി മുർമു പട്ടികവിഭാഗക്കാരിയായിട്ടുള്ള ആ വിഭാഗത്തിൽ നിന്ന് വരുന്നൊരു നേതാവാണ്.
അവർ വളരെ സ്ട്രഗിൾ ചെയ്ത് ലീഡർഷിപ്പിലേക്ക് വന്ന ആളാണ്. അവർ രാഷ്ട്രപതി ആവുന്നത് പൊതുവിൽ സ്വീകരിക്കപ്പെട്ടതാണ്. അത് രാജ്യത്ത് ആദ്യമായിട്ട് പട്ടികവിഭാഗത്തിൽപ്പെട്ട ഒരാൾ രാഷ്ട്രപതി പദവിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണല്ലോ അവരെ എന്തുകൊണ്ട് പ്രസിഡൻ്റ് ആക്കുന്നു എന്നുള്ളത്. ആ ഡിസിഷൻ എടുത്ത പാർട്ടിക്ക്, ആ ഡിസിഷൻ എടുത്ത നേതാക്കൾക്കൊക്കെ വേറെ താല്പര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യമുണ്ടാവാം. ഈ ലക്ഷ്യത്തെ വലിയ തോതിൽ ഇപ്പോൾ ഉദ്ഘോഷിക്കുന്ന രാഷ്ട്രപതിയെ അവർ പട്ടിക വിഭാഗക്കാരി ആയി എന്നുള്ളത് കൊണ്ടാണ് ഈ സോണിയാഗാന്ധി ഇങ്ങനെ പരാമർശിച്ചത് എന്ന് വിമർശിക്കുന്ന ആളുകൾ ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ അറിയണ്ടേ. 1999 മുതൽ 2004 വരെ അധികാരത്തിലിരുന്ന BJP സർക്കാരിൻ്റെ കാലത്താണ് KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നത്. അന്നാണ് ഇന്ന് രാജ്യത്ത് പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അവിടെ ഒരു വലിയ വംശഹത്യാശ്രമം ഉണ്ടായത്. ആ വംശഹത്യാശ്രമം തടയുന്നതിന് പട്ടാളത്തെ അയക്കണം എന്ന് രാഷ്ട്രപതി ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ AB വാജ്പേയിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന AB വാജ്പേയി പ്രധാനമന്ത്രിയും LK അദ്വാനി ഉപപ്രധാനമന്ത്രിയുമായിരുന്ന ഭരണകൂടം എങ്ങനെയാണ് ആ രാഷ്ട്രപതിയെ കൈകാര്യം ചെയ്തതെന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് പിൽക്കാലത്ത്. അപ്പോൾ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു രാഷ്ട്രപതി ഒരാവശ്യം ഉന്നയിച്ചപ്പോൾ എങ്ങനെയാണ് അന്നത്തെ BJP ഭരണകൂടം പെരുമാറിയതെന്ന് നമുക്കറിയാം. അവരതിനെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ ആവശ്യപ്പെട്ടിട്ട് പോലും മൈൻഡ് ചെയ്തില്ല എന്നാണ് ഇപ്പോൾ പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ രേഖകൾ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടപ്പോൾ അതുപോലും ഈ രാജ്യത്ത് പുറത്തേക്ക് വിട്ടിട്ടില്ല. അപ്പോൾ ഇതവിടെ ഉണ്ട്. ഒരു ദളിത് രാഷ്ട്രപതിയെ എങ്ങനെയാണ് ഒരു ഹിന്ദുത്വ ഭരണകൂടം മുൻകാലത്ത് കൈകാര്യം ചെയ്തത്, അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി വന്ന സംഗതിയിലേക്ക് നയിച്ച ഘട്ടത്തിൽ ഇന്നത്തെ പ്രധാനമന്ത്രി എവിടെയാണ് ഇരുന്നിരുന്നതെന്നൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അലിഗേഷനിൽ വലിയ കഥയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കവുമായി ചേർന്നുകൊണ്ട് എന്തിനാണ് ഈ വൃഥാവ്യായാമം എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്ന രാഷ്ട്രപതിയെ അവഹേളിക്കലല്ല, അവരെ കുറെ കൂടെ അവരുടെ വാക്കുകൾക്ക് കുറെ കൂടെ പ്രസക്തി ഉണ്ടാകുന്ന വിധത്തിൽ വേണ്ടേ ഭരണകൂടം പ്രവർത്തിക്കാൻ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയാണ് സത്യം പറഞ്ഞാൽ സോണിയാഗാന്ധി ചെയ്യുന്നത്. പിന്നെ അത് ഇംഗ്ലീഷിലാവുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. കാരണം ഇംഗ്ലീഷിൽ പുവർ തിങ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും ഇതെന്തോ ഒരു മോശം സംഗതിയാണ് എന്ന്. നമ്മൾ മലയാളത്തിൽ പാവം എന്ന് പറയുന്നത് പോലെയേ ഉള്ളൂ ഇംഗ്ലീഷിൽ പുവർ തിങ് എന്ന് പറയുന്നത്. അവർ ഈ വേഷം കെട്ടാൻ അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞത് ആവർത്തിക്കാൻ ഇത്രയും നേരം നിൽക്കേണ്ടി വന്നല്ലോ എന്നുള്ള പ്രയാസം പ്രകടിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിന് പൊളിറ്റിക്കലായിട്ടുള്ള അർത്ഥങ്ങൾ വേറെയുണ്ട്. ആ അർത്ഥങ്ങൾക്ക് മറുപടി പറയേണ്ടത് രാഷ്ട്രപതിയല്ല, അതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. നമ്മൾ ഇന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗം ശ്രദ്ധിക്കുകയായിരുന്നു. നാളെ ബജറ്റിനോടനുബന്ധിച്ച് ഗവൺമെൻറ് ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ച്, വരാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച്, വികസിത ഇന്ത്യയെക്കുറിച്ചൊക്കെ ഘോരഘോരം അതിൽ എണ്ണി എഴുതിയിട്ടുണ്ട്. അതിൽ വഖഫിനെ കുറിച്ച് പറയുന്നുണ്ട്, 1 നേഷൻ 1 ഇലക്ഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബജറ്റും വരുന്നൊരു ബജറ്റിന് ശേഷമുള്ള ഒരു ഇന്ത്യയെ ഈ ഒരു രാഷ്ട്രപതിയുടെ ഇപ്പോഴത്തെ പ്രസംഗത്തെ മുൻനിർത്തി നോക്കിക്കാണുകയാണെങ്കിൽ എന്തൊക്കെ വിലയിരുത്തലുകളുണ്ട്? ആ വിലയിരുത്തലാണ് സത്യം പറഞ്ഞാൽ സോണിയാഗാന്ധി നടത്തുന്നത്. പുവർ തിങ് എന്ന് പറയുന്നത് സോണിയാഗാന്ധി നടത്തുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു വിശകലനമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം 2047 രാജ്യം വികസിത ഭാരതമാകും എന്ന് ഈ പ്രസംഗത്തിൽ രാഷ്ട്രപതി പറയുന്നുണ്ട്. 2024 പ്രസംഗത്തിൽ ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് മാറി എന്നുള്ളതേ ഉള്ളൂ. 2024 പ്രസംഗത്തിൽ അത് പറഞ്ഞതാണ്. അതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല കാലങ്ങളിലായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് 2047 ആകുമ്പോഴത്തേക്കും ഇന്ത്യ വികസിത രാഷ്ട്രമാകും എന്നുള്ളത്. അത് ആവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ പറയുമ്പോൾ ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന എന്താ പറയുക, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മുടെ മുമ്പിലുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ആ ക്വസ്റ്റ്യനുള്ള ആൻസർ എക്കണോമിക് റിവ്യൂ തരുന്നുണ്ട്. അങ്ങനെ എക്കണോമിക് റിവ്യൂ പറയുന്ന അടുത്ത സാമ്പത്തിക വർഷവും 6.3 മുതൽ 6.8 വരെയുള്ള വളർച്ചാ നിരക്ക് ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എക്കണോമിക് റിവ്യൂ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എവിടുന്ന്? പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ വർഷം ഏതാണ്ട് 9% അടുപ്പിച്ചുള്ള വളർച്ചാ നിരക്ക് കൈവരിച്ചൊരു രാജ്യത്തിന് പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ താഴേക്കാണ് യാത്ര എന്നാണ് എക്കണോമിക് റിവ്യൂ പറഞ്ഞു വയ്ക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ കൂടെ രാഷ്ട്രപതി പറയുന്നത് നമ്മളിതാ എന്താ പറയുക 5 ട്രില്യൺ എക്കണോമി ആകാൻ പോവുകയാണ്.
2030 ആകുമ്പോഴത്തേക്കും നമ്മൾ 5 ട്രില്യൺ എക്കണോമി ആകാൻ പോവുകയാണ് എന്ന്. ഇത് കുറേ കാലമായിട്ട് നമ്മൾ കേട്ടോ. 2025 ആകുമ്പോഴത്തേക്കും 5 ട്രില്യൺ എക്കണോമി ആകാൻ പോവുകയാണ് എന്ന് പറയും. ഇത് കുറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അങ്ങനെ പല 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 സംഗതികളുണ്ട്. ഈ 5 ട്രില്യൺ എക്കണോമി ആകണമെങ്കിൽ തന്നെ 2030 ആവണം. അത് ലോക സമ്പദ് വ്യവസ്ഥയിൽ അംഗീകരിക്കപ്പെട്ട ഏജൻസികൾ മുഴുവൻ പറയുന്നത് 2030 മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിയൂ എന്നാണ് പല ഏജൻസികളും പറയുന്നത്. അപ്പോൾ പോലും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.7% ആവുള്ളൂ എന്നാണ് അവർ പറയുന്നത്. 2047 നമ്മൾ വികസിത രാജ്യമാകണമെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് ഒരു 8% വളർച്ചാ നിരക്കിൽ തുടരാൻ നമുക്ക് സാധിക്കണം. ഒരു ദശകമെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് 8% അതിന് മുകളിലുള്ള വളർച്ചാ നിരക്ക് കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് പല ഏജൻസികളും പറയുന്നുണ്ട്. അതിന് കാരണം ഇന്ത്യയിലെ വലിയ പോപ്പുലേഷൻ ഗ്രോത്താണ്, അതിനെ കാറ്റർ ചെയ്യാൻ നമുക്ക് കഴിയാത്തതാണ്. ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്. പിന്നെ ആ പ്രസംഗത്തിൽ പറയുന്നത് എന്താ, തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇതാ വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രാഷ്ട്രപതി അവകാശപ്പെടുന്നത്. രാഷ്ട്രപതിയല്ല, സർക്കാർ എഴുതി കൊടുത്ത രാഷ്ട്രപതി വായിച്ച പ്രസംഗത്തിൽ അവകാശപ്പെടുന്നത്. നമ്മുടെ മുമ്പിലുള്ള കാഴ്ച എന്താ, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 5 വർഷം കൊണ്ട് 2 കോടി തൊഴിലവസരങ്ങൾ രാജ്യത്തുണ്ടാക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഒരു തരത്തിലും ഇതുമായിട്ട് മാച്ച് ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. അതുപോലെ പല സെഗ്മെൻറ്റിലും നിയമനങ്ങൾ നടത്താതിരിക്കുകയാണ് ഈ സർക്കാർ ചെയ്തത് എന്ന് നമുക്കറിയാം. അത് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ നിയമനങ്ങൾ നടത്താതിരിക്കുകയാണ് സർക്കാർ ചെയ്തത്. അപ്പോൾ വെച്ചാൽ ഇപ്പോൾ റെയിൽവേയിലൊക്കെ പലതരത്തിലുള്ള സമരങ്ങൾ നടന്നു, ഇവിടെ നിയമനം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവുകളുടെ കണക്ക് അവർ പരസ്യമാക്കി. ആയിരക്കണക്കിന് 10,000 തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ കണക്ക് അവർ പരസ്യമാക്കി. അപ്പോൾ 2014 2 കോടി തൊഴിലവസരം സൃഷ്ടിച്ചത് എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻ പിൽക്കാലത്ത് വലിയ തോതിൽ ഉയർന്നു. അതുമാത്രമല്ല, 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് 2013 രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 5.44% ഇപ്പോൾ ഉള്ള തൊഴിലില്ലായ്മ നിരക്ക് 7.8%. അപ്പോൾ ഈ കമ്പാരിസൺ അവിടെ നിൽക്കുമ്പോഴാണ് രാഷ്ട്രപതി വന്നിട്ട് ഇതാ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാൻ പോവാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അവകാശപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുവർ തിങ് എന്നല്ലാതെ എന്താണ് സോണിയാഗാന്ധിക്ക് പറയാൻ പറ്റുക? അവർ അത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അതും വിടുക. പിന്നെ വലിയ സംഗതിയായിട്ട് പറയുന്നത് ഇവിടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. കണക്ടിവിറ്റി വലിയ തോതിൽ വർദ്ധിച്ചു. ശരിയാണ്, കണക്ടിവിറ്റി വർദ്ധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അവർ പറയുന്ന കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയുള്ള ലിങ്കേജ് വളരെ ഗംഭീരമായി മാറിക്കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ കണക്ടിവിറ്റിയായ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള അങ്ങനെയല്ല അതിൻ്റെ അത് തീരാൻ ശ്രീനഗർ അത് തീർന്നു. അടുത്ത മാസം അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക? ഇതിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്നൊരു സംഗതിയാണ് എന്നല്ലേ നമ്മൾ വിചാരിക്കുക. അല്ലെങ്കിൽ 2014 ശേഷം നടന്നൊരു പരിപാടിയാണെന്നല്ലേ നമ്മൾ വിചാരിക്കുക. ഇത് 2005-6 വർഷം മുതൽ തുടങ്ങിയ പ്രോജക്റ്റാണ്. ഈ പറയുന്ന ഉധംപൂർ ബാരാമുള്ള ശ്രീനഗർ എന്ന് പറയുന്ന റെയിൽവേ ലിങ്കേജിൻ്റെ പ്രോജക്റ്റ് തുടങ്ങുന്നത് 2005-2006 അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നത് 2009 മറ്റോ ആണ്. 2009 ആദ്യഘട്ടം 118 കിലോമീറ്റർ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടപ്പെട്ടിട്ട് പോലുമില്ല. അന്ന് ഒന്നാം UPA സർക്കാർ, രണ്ടാം UPA സർക്കാർ അധികാരത്തിൽ വരികയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ സെക്കൻഡ് ഫേസ് പൂർത്തിയാകുന്ന 2013 അതായത് ഫസ്റ്റ് ഫേസ് 2009 സെക്കൻഡ് ഫേസ് 2013 പൂർത്തിയായൊരു പ്രോജക്റ്റ് അതിൻ്റെ തേർഡ് ഫേസ് പൂർത്തിയാകാൻ 10 വർഷം വേണ്ടി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 വർഷത്തിലധികം. അത്രയും ലാഗ് ചെയ്യാണ് ഈ ഗവൺമെൻറ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നിർവഹണത്തിൻ്റെ കാര്യത്തിൽ. അതാണ് സത്യം പറഞ്ഞ രാഷ്ട്രപതി പറയുന്നത്. അത് ഇങ്ങനെ ഇതോ തീർന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2004 മുതൽ 2014 വരെ UPA നയിച്ച സോണിയാഗാന്ധിക്ക് പുവർ തിങ് പറയേണ്ടി വരും. അത് ഡെഫിനറ്റാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. അത് രാഷ്ട്രപതി അപമാനിക്കലല്ല, അത് എഴുതി കൊടുത്ത ആളുകളോടാണ് പറയുന്നത്. നിങ്ങൾ എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. ഞങ്ങൾ 2005 ആരംഭിച്ച് 2009 ആദ്യഘട്ടം പൂർത്തിയാക്കിയ പ്രൊജക്റ്റ്, 2013 രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയൊരു പ്രൊജക്റ്റ്, പിന്നെ 11 കൊല്ലം എടുത്തു നിങ്ങൾക്ക് മൂന്നാം ഘട്ടം പൂർത്തിയാക്കേണ്ടി വരാൻ. എന്തൊരു കഷ്ടമാണിതെന്നല്ലാതെ എന്താണ് അവരോട് പറയുക?
അപ്പം നമ്മളിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇതിപ്പോൾ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ പൂർത്തിയാക്കിയതാണെന്നാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ല, ദീർഘകാലം മുമ്പ് തുടങ്ങിയ പ്രോജക്റ്റാണ്. ഇനി വേറൊരു കാര്യം എടുക്കുക, ഈ ഭക്ഷണം കഴിക്കാത്ത അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്ന കുട്ടികളുടെ എണ്ണം 2028 ആകുമ്പോഴത്തേക്കും 0 എന്നാണ് ഇവിടെ പ്രഖ്യാപിച്ചിരുന്നത്. പ്രഖ്യാപനം കഴിഞ്ഞിട്ട് കുറേ കാലമായി, 2022 കഴിഞ്ഞിട്ട് കുറേ കാലമായി. ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുമ്പോൾ കൃത്യമായി പോഷകാഹാരം കഴിക്കാൻ കഴിയാത്ത കുട്ടികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഏതാണ്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. നമ്മൾ വളരെ മോശം രാജ്യങ്ങളാണെന്ന് പറയുന്ന പല രാജ്യങ്ങളും ഇന്ത്യയേക്കാൾ ഭേദമാണ്. അപ്പോൾ ആ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് നിന്നുകൊണ്ട് എല്ലാം മനോഹരമായി എന്ന് എഴുതി കൊടുത്തൊരു പ്രസംഗം വായിക്കുമ്പോൾ പുവർ തിങ് എന്നല്ലാതെ എന്താ നമ്മൾ പറയുക? അതാണ് സോണിയാഗാന്ധി പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആ വിമർശനത്തെ ശരിയാവണ്ണം രാജ്യത്തിന് പറഞ്ഞു കൊടുക്കാൻ കോൺഗ്രസും രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ട കാര്യം. ഈ വികസിത ഇന്ത്യ എന്നുള്ളൊരു ലക്ഷ്യം അത് സ്വപ്നം കണ്ട് നമ്മുടെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു പോസിറ്റീവ് മനോഭാവം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ ഈ ബജറ്റോട് കൂടി മധ്യവർഗത്തിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വരാൻ പോകുന്നു എന്ന് തുടങ്ങിയ പരാമർശമൊക്കെ മോഡി ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ചില പൊതുജനത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളെ കൂടി നമ്മൾ കാണണ്ടേ? അല്ല, അത് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ 2047 ആകുമ്പോഴത്തേക്കും വികസിത രാഷ്ട്രമാകും എന്നുള്ളൊരു ലക്ഷ്യം വയ്ക്കുക. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വാർഷികം ആകുമ്പോഴത്തേക്കും രാജ്യം ഒരു വികസിത രാജ്യമാവുക. 2030 ആകുമ്പോഴത്തേക്കും, ഞാൻ നേരത്തെ പറഞ്ഞ 5 ട്രില്യൺ എക്കണോമി എന്നുള്ള കണക്കല്ല, അത് 2025 ലക്ഷ്യമിട്ടിരുന്നത്. ഈ 3rd ലാർജസ്റ്റ് എക്കണോമി ആവുക എന്നുള്ളതാണ് 2030 ആകുമ്പോഴത്തേക്കും പറയുന്നത്. അത് ഇപ്പോൾ ഉടനെ ആവും എന്നാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ പറഞ്ഞത്. 2030 ആവും എന്നാണ് ഏതാണ്ട് എല്ലാ ഏജൻസികളും പ്രഡിക്റ്റ് ചെയ്യുന്നത്. എന്നാലും അതൊരു പോസിറ്റീവ് സിഗ്നൽ തന്നെ, സംശയമൊന്നുമില്ല. പക്ഷേ ഈ പോസിറ്റിവിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ഈ 10 വർഷം കൊണ്ടല്ല. നമ്മൾ 2047 ആകുമ്പോഴത്തേക്കും വികസിത രാഷ്ട്രമാകും എന്ന് പറയുന്നത് ഈ 10 വർഷത്തെയോ അല്ലെങ്കിൽ ഈ 3 ടേമിലെയോ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല. അതിന് ബാക്ക് ബോണായിട്ട് ഇതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ വലിയ തോതിൽ വ്യാപിച്ചു, ഭയങ്കരമായിട്ട് നമ്മളുടെ നെറ്റ്വർക്കിംഗ് വിപുലപ്പെട്ടു, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റായി, നമ്മളിത് 4Gയിലേക്ക് പോയി, 5Gയിലേക്ക് പോയി, 6Gയിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ ഇതിന് ബേസ്മെൻ്റ് ഇട്ടത് ഈ സ്പെക്ട്രം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ളൊരു പോളിസി ഉണ്ടാക്കുകയും അത് നടപ്പാക്കുകയും ഒക്കെ ചെയ്ത്, അത് നടപ്പാക്കിയതിൻ്റെ പേരിൽ വലിയ അഴിമതി ആരോപണം നേരിട്ട ഒരു ഭരണകൂടവും സംവിധാനവുമാണ് ഇതിന് എന്താ പറയുക സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ ബലത്തിലാണ് പിന്നീട് നമ്മൾ 3Gയിലേക്കും 4Gയിലേക്കും 5Gയിലേക്കും ഞങ്ങൾ 6Gയിലേക്ക് പോവുകയാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാക്കുന്നത് ഈ ബേസ്മെൻറ്റാണ്. അപ്പോൾ ആ ബേസ്മെൻറ്റ് ഇട്ട ആളുകൾ അവിടെ ഉണ്ട്. ആ ബേസ്മെൻറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ 2047 കുറിച്ച് സംസാരിക്കുന്നത് എന്നത് ഓർക്കെങ്കിലും വേണം മിനിമം, അല്ലെങ്കിൽ മെൻഷൻ ചെയ്ത് പോവുമെങ്കിലും വേണം. ഇതെല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ അടിസ്ഥാന റെയിൽവേ ലൈനിൻ്റെ കാര്യം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, റോഡ് വികസനത്തിൻ്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കുക. അതിന് ഏത് വിധത്തിൽ, അപ്പോൾ റോഡ് വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള പ്രയാസങ്ങളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ എന്താ പറയുക, നമുക്ക് ഭൂമി ഏറ്റെടുത്താലല്ലേ റോഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പലയിടത്തും സമരങ്ങൾ, കോർട്ട് കേസുകളൊക്കെ. കാരണം വെച്ചാൽ വില കിട്ടുന്നില്ല വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക്. അതിന് വ്യവസ്ഥ ഉണ്ടാക്കിയത് 1-ാം UPA സർക്കാരിൻ്റെ കാലത്താണോ 2-ാം UPA സർക്കാരിൻ്റെ കാലത്താണോ എന്ന് എനിക്കറിയില്ല. ഭൂമി ഏറ്റെടുക്കുന്നതിന് നഗരങ്ങളിലാണെങ്കിൽ വിലയുടെ 2 ഇരട്ടി, ഗ്രാമങ്ങളിലാണെങ്കിൽ വിലയുടെ 4 ഇരട്ടി കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കണം എന്ന് നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തത് 1-ാം UPA സർക്കാരിൻ്റെ കാലത്തോ 2-ാം UPA സർക്കാരിൻ്റെ കാലത്തുമാണ്. അപ്പോഴാണ് ആളുകൾ ഭൂമി വിട്ടുകൊടുക്കാൻ സന്നദ്ധരാകുന്നത്. കാരണം വെച്ചാൽ അവർക്ക് കൂടുതൽ പൈസ കിട്ടുമെന്നുള്ളതുകൊണ്ട് ഭൂമി വിട്ടുകൊടുക്കാൻ സന്നദ്ധ. അതിൻ്റെ പുറത്താണ് നിങ്ങൾ റോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ നിയമത്തിൽ വന്ന പരിഷ്കാരമാണ്. അത് നിങ്ങൾ കാണാതെ ഞങ്ങൾ റോഡുണ്ടാക്കി എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അതില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കും റോഡുണ്ടാക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളൊരു വസ്തുത അവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറത്താണ് നമ്മൾ 2047 കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, അതിലേക്ക് ഈ 10 വർഷമോ 12 വർഷമോ അല്ലെങ്കിൽ 11 വർഷമോ ഉള്ള കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷേ ആ കോൺട്രിബ്യൂഷന് ബലം നൽകുന്നത് പഴയ കാലമാണ് എന്നുള്ളൊരു ഓർമ്മ വേണം. അതുകൊണ്ട് ഈ പ്രതീക്ഷ നല്ലത് തന്നെ, 2047 ആകുമ്പോഴത്തേക്കും വികസിത ഭാരതമാകുക എന്നുള്ള പ്രതീക്ഷ നല്ലത് തന്നെ. പക്ഷെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് കുറെ കൂടെ ജനാധിപത്യ ബോധത്തോടുകൂടിയും കുറെ കൂടെ രാജ്യത്തിൻ്റെ ഒരു ബഹുസ്വര സൊസൈറ്റിയെ നിലനിർത്തിക്കൊണ്ടും ഒക്കെ ആയാൽ മാത്രമേ യാത്ര നടക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ
എന്താ പറയുക, എല്ലാം വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന പോലെ എല്ലാം ഒരേ ധ്രുവത്തിൽ സഞ്ചരിക്കുന്ന ഒരു മതത്തിലധിഷ്ഠിതമായ ഒരു ബഹുസ്വര സൊസൈറ്റിയെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ 2047 വികസിത രാഷ്ട്രമാകും എന്നൊന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അതാണ് കഴിഞ്ഞതിൻ്റെ 9 വർഷം മറ്റോ ആ ബാംഗ്ലൂരിലുള്ള ഇൻഡസ്ട്രിയൽ വ്യവസായ പ്രമുഖ, അവരുടെ പേര് ഞാൻ പറഞ്ഞു, കിരൺ മസുംദാർ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേര്. അവർ പറഞ്ഞ് നിങ്ങളിങ്ങനെ ലഹള ഉണ്ടാക്കി നടന്നു കഴിഞ്ഞാൽ ഇവിടെ വികസനം വരില്ല, അല്ലെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാ. ഇപ്പോൾ പോലും എക്കണോമിക് റിവ്യൂ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഗ്രോത്ത് റേറ്റ് എപ്പോഴും 6.3 6.7 ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രശ്നം അവിടെ ഉണ്ട്. അത് അഡ്രസ്സ് ചെയ്യാത്രത്തോളം കാലം നമുക്ക് സ്വപ്നം കാണാം, അത് പോസിറ്റീവാണെന്ന് പറയുകയും ചെയ്യാം. പക്ഷേ അത് എത്തുമല്ലോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവട്ടെ, വികസിത രാജ്യമാവട്ടെ, അതെല്ലാം നമ്മുടെയും സ്വപ്നം തന്നെയാണ്. പക്ഷേ അതിലേക്ക് വഴിയിട്ടത് കഴിഞ്ഞ 11 വർഷം കൊണ്ട് മാത്രമല്ല, അത് സ്വതന്ത്ര ഇന്ത്യയുടെ തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങൾ അതിനടിത്തറയുണ്ട് എന്ന ബോധ്യം എല്ലാവർക്കും വേണ്ടതുണ്ട്. ബജറ്റ് നാളെ തുടങ്ങാനിരിക്കുകയാണ്. ബജറ്റിൻ്റെ കൃത്യമായ വിശകലനങ്ങളുമായി നമ്മുടെ പ്രത്യേക ഷോ ഉണ്ടാകും. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.